പ്രാചീനവും അതിപുരാതനവുമായ പുലിയൂർക്കോട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് മുന്നിലാണുള്ളത്. കേരളത്തിൽ ആദ്യമായി വാസുദേവ യജ്ഞം നടക്കുകയാണ്. നവംബർ 5-നാണ് തുടങ്ങിയത്. അത് നേരത്തെ നമ്മൾ തലസ്ഥാന വാർത്തകൾ റിപ്പോർട്ട് ചെയ്ത വാർത്തയാണ്. നവംബർ 5-ന് തുടങ്ങി നവംബർ 17, അതായത് 12 ദിവസം നീണ്ടു നിൽക്കുന്നതാണ് ഇവിടുത്തെ വാസുദേവ യജ്ഞം. ഇത് തെക്കൻ കേരളത്തിൽ ആദ്യമായി നടക്കുന്ന ഒരു യജ്ഞമാണ്. ഇക്കഴിഞ്ഞ നവംബർ 5-ന് വൈകിട്ട് ഹിസ് ഹൈനസ് അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിബായി തമ്പുരാട്ടി ഭദ്രദീപം തെളിയിച്ചുകൊണ്ടാണ് പുലിയൂർക്കോട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ വാസുദേവ യജ്ഞത്തിന് തുടക്കം കുറിച്ചത്. അതിപുരാതനവും ഭക്തജനങ്ങൾക്കിടയിൽ ദക്ഷിണ ഗുരുവായൂർ എന്ന പേരിൽ ഖ്യാതിയും നേടിയിട്ടുള്ള ശ്രീകാര്യം എഞ്ചിനീയറിംഗ് കോളേജിന് സമീപമുള്ള ഈ പുലിയൂർക്കോട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ 4ാം ഉത്സവ ദിനമായ ഇന്നത്തെ സഹസ്രനാമ കോടി അർച്ചനയുടെയും അതുപോലെ വാസുദേവ യജ്ഞത്തിന്റെയും ഒക്കെ വിശേഷങ്ങളിലേക്ക് പോകാം. നമ്മുടെ വാസുയജ്ഞം നവംബർ മാസം 5-ാം തീയതി വൈകുന്നേരം നമ്മുടെ തമ്പുരാട്ടിയാണ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് നമ്മുടെ തമ്പുരാട്ടിയാണ്. അന്ന് തന്നെ നമ്മുടെ മുൻ ISR ചെയർമാൻ ശ്രീ ജി മാധവൻ സാർ അവരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. അതോടൊപ്പം വളരെ ഗംഭീരമായ ഒരു സന്യാസി ശ്രേഷ്ഠന്മാരുടെ എല്ലാവരുടെയും സാന്നിധ്യത്തോടുണ്ടായിരുന്നു. 6-ാം തീയതി രാവിലെ മുതൽ നമ്മുടെ 12 ദിവസം നീണ്ടു നിൽക്കുന്ന ശ്രീമദ് ഭാഗവത ദ്വാദശാഖ യജ്ഞം ആരംഭിച്ചു. രാവിലെ 6 മണി മുതൽ 8 മണി വരെയാണ് ഈ ഭാഗവതം നടക്കുന്നത്. അത് 8 മണിക്ക് ശേഷം 12 മണിയോടുകൂടി നമ്മുടെ 8 മണിക്ക് ആരംഭിച്ച് 12 മണിക്ക് സമാപിക്കുകയാണ് കോടി അർച്ചന. അത് കഴിഞ്ഞാൽ ക്ഷേത്രത്തിൽ 12 കളഭം ആണ്. അത് തന്ത്രമുഖ്യന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് 12 കളഭം നടക്കുന്നത്. അതോടൊപ്പം തന്നെ എല്ലാ ദിവസവും വൈകുന്നേരം 6 മണിയോടുകൂടി യജ്ഞാചാര്യന്റെ വളരെ ഭംഗിയായ ഒരു പ്രഭാഷണമുണ്ട്. ഓരോ ദിവസം കഴിയുന്നവരും ഭക്തജന തിരക്ക് കൂടി വർദ്ധിച്ചു വരും. കാര്യം അറിഞ്ഞറിഞ്ഞ് ഒരുപാട് ഭക്തജനങ്ങൾ ഈ യജ്ഞത്തിൽ, കാര്യം കേരളത്തിൽ തന്നെ ആദ്യമായി നടക്കുന്ന ഈ യജ്ഞത്തിൽ ഒരുപാട് ഭക്തജനങ്ങൾ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. 8 മണി മുതൽ കോടിയർച്ചന ഏകദേശം ഇന്ന് ആകുമ്പോൾ 60 ലക്ഷം കഴിയും. കോടിയർച്ചന 4-ാം ദിവസമായപ്പോൾ ഇന്ന് 60 ലക്ഷം കഴിയും. കാര്യം 1 കോടി എന്നുള്ളത് ഏകദേശം 2 കോടി കൂടുതൽ നമുക്ക് മന്ത്രങ്ങൾ ജപിക്കാൻ സാധിക്കും. അത് കഴിഞ്ഞാൽ ഇന്ന് അതോടൊപ്പം 11 മണിയോടുകൂടി ഇത് കളഭാഭിഷേകം, വൈകുന്നേരം 5 മണിയോടുകൂടി ദശാവതാര ചാർത്തും, വൈകുന്നേരം പ്രഭാഷണമുണ്ട്. കരിയൻ സോമശേഖരൻ നായരുടെ പ്രഭാഷണം നടത്തുന്നത്. കേരളത്തിൽ ആദ്യമായാണ് ഈ വാസുയജ്ഞം നടക്കുന്നത്. കേരളത്തിൽ മറ്റൊരിടത്തും വാസുയജ്ഞമായി നടത്തിയിട്ടില്ല. അപ്പൊ ഇതിന്റെ യജ്ഞാചാര്യൻ ആലപ്പുറം ശ്രീ സുരേഷ് രാമേന്ദ്രനാണ്. അദ്ദേഹത്തിന്റെ മുഖ്യ കാർമ്മികത്തിലാണ് ഈ 12 ദിവസം ഈ മഹായജ്ഞം നടക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ ഭക്തജനങ്ങളുടെ ഒരു വലിയ ജനപങ്കാളിത്തം തന്നെയാണ് ഉള്ളത്. ഒട്ടനവധി ഭക്തർ അവർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. സഹസ്രനാമ കോടി അർച്ചന നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹൈന്ദവ വിശ്വാസപ്രകാരം ഹിന്ദുമതത്തിലെ പ്രധാന ആരാധനാമൂർത്തികളിൽ ഒരാളായിട്ടുള്ള മഹാവിഷ്ണുവിന്റെ 1000 നാമങ്ങളടങ്ങിയ സ്തോത്രമാണ് മഹാവിഷ്ണു സഹസ്രനാമം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതാണ് ഇവിടെ ഭക്തജനങ്ങൾ സന്യാസി വര്യന്മാരുടെയും താന്ത്രിക ആചാര്യന്മാരുടെയും നേതൃത്വത്തിലായി ഉരുവിട്ടുകൊണ്ടിരിക്കുന്നത്. ഹൈന്ദവ പുരാണ പ്രകാരം മഹാഭാരത യുദ്ധസമയത്ത് ശരശയ്യയിൽ കിടന്ന ഭീഷ്മർ പഞ്ചപാണ്ഡവരിൽ മൂത്തയാളായ ധർമ്മപുത്രർ എന്ന പേരിൽ അറിയപ്പെടുന്ന യുധിഷ്ഠിരന് ഉപദേശിച്ചു കൊടുത്തിട്ടുള്ള മഹാവിഷ്ണുവിന്റെ 1000 നാമങ്ങളാണ് ഇതിന് ആധാരം. അതായത് മഹാവിഷ്ണുവിന്റെ 1000 നാമങ്ങൾ അത് സ്തോത്രമായി ഉരുവിട്ടുകൊണ്ടാണ് ഇവിടെ സഹസ്രനാമ കോടി അർച്ചന നടന്നുകൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ പുലിയൂർക്കോട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തില് ചരിത്രത്തിലാദ്യമായിട്ടാണ് വാസുദേവ യജ്ഞം എന്ന പേരില് വിവിധ പൂജാതി കാര്യങ്ങളോട് ഒരു യജ്ഞം ഭഗവാൻ സമർപ്പിക്കുന്നത്. വാസുദേവ യജ്ഞത്തോട് അനുബന്ധിച്ച് ഭക്തജനങ്ങളുടെ കൂട്ടായ്മയായിട്ട് വിഷ്ണു സഹസ്രനാമ കോടി അർച്ചന ഭഗവാൻ സമർപ്പിക്കാം. അതുകൂടാതെ ഭഗവാന്റെ 12 നാമങ്ങളായിട്ട് ദ്വാദശനാമ പൂജയും 12 ദിവസം നടക്കുകയാണ്. അതുകൂടാതെ ശ്രീമദ് ഭാഗവതം ദ്വാദശാഖമായിട്ട് 12 ദിവസം പാരായണം ചെയ്ത് സമർപ്പിക്കുന്നു. ശ്രീമദ് ഭാഗവതത്തില് നാരദ മഹർഷി ഭഗവാന്റെ അച്ഛനായ വസുദേവർക്ക് ഉപദേശിച്ചു കൊടുക്കുന്ന വസുദേവർ ചെയ്യുന്ന വസുദേവ യജ്ഞം വാസുദേവന് വേണ്ടിയിട്ട് ഭഗവാൻ കൃഷ്ണൻ തന്റെ മകനായിട്ടുള്ള ഈശ്വരനായിട്ടുള്ള ഭഗവാൻ കൃഷ്ണന് വേണ്ടിയിട്ട് വാസുദേവർ ചെയ്യുന്ന വസുദേവ യജ്ഞമാണ് നമ്മളിവിടെ ഭഗവാന് വേണ്ടിയിട്ട് സമർപ്പിക്കുന്ന വാസുദേവ യജ്ഞമായിട്ട് നമ്മൾ ഇവിടെ ആഘോഷിക്കുന്നത്. അപൂർവമായിട്ടുള്ള ഭക്തജന തിരക്കാണ് ആദ്യ ദിവസം മുതലേ ഇവിടെ ഉണ്ടായിരിക്കുന്നത്. സഹസ്രനാമ കോടി അർച്ചനയിൽ ഓരോ ദിവസവും 10 ലക്ഷം സംഖ്യ ആണ് നമ്മൾ സമർപ്പിക്കുന്നത്. പക്ഷെ 10 ലക്ഷം എന്നുള്ളത് ഇപ്പൊ 4 ദിവസം കൊണ്ട് തന്നെ 1.5 ലക്ഷത്തോളം നാമങ്ങൾ ഭഗവാന്റെ പ്രസാദങ്ങളിൽ സമർപ്പിക്കാൻ പറ്റുന്നത് വളരെ ഒരു ഭാഗ്യമാണ്. രാവിലെ 8 മണി മുതൽ 12 മണി വരെ വിഷ്ണു സഹസ്രനാമ കോടി അർച്ചന 10 ദിവസമായിക്കൊണ്ട് കോടി അർച്ചന ചെയ്യാമെന്ന് ഞങ്ങൾ വിചാരിച്ചു. യജ്ഞാചാര്യൻ അങ്ങനെയാണ് പറഞ്ഞത്. പക്ഷെ ഞങ്ങൾക്ക് ഇന്നിപ്പോൾ 4ാമത്തെ ദിവസമായപ്പോൾ തന്നെ 1/2 കോടി അർച്ചന ഭഗവാന് സമർപ്പിക്കാൻ കഴിഞ്ഞു.
കൂട്ടായ്മയാണ് ക്ഷേത്ര അങ്കണത്തിൽ കാണുന്നത്. അപ്പൊ 100 പേര് 10 ദിവസം അങ്ങനെയായിരുന്നു സങ്കല്പിച്ചത്. 100 പേരെങ്കിലും വേണം 10 ദിവസം കൊണ്ട് നമുക്ക് കോടി എത്തിക്കാൻ. പക്ഷേ ഇപ്പൊ ആദ്യത്തെ ദിവസം തന്നെ 100 ഒന്നും അല്ല, ഏകദേശം 150 അടുപ്പിച്ച ആൾക്കാരുണ്ടായിരുന്നു. അത് കാരണം വളരെ പെട്ടെന്ന് തന്നെ ഞങ്ങൾ വിചാരിച്ച സംഖ്യ കഴിയും എന്ന് തന്നെ വിചാരിക്കുന്നു. ദക്ഷിണ ഗുരുവായൂരെന്നാണ് പുളിയൂർക്കോട് ഭഗവാനെ പണ്ട് മുതൽ പറയുന്നത്. ഞാനിവിടെ ഒരു പരിസരവാസിയാണ്, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വ്യക്തമായിട്ട് പറയുന്നത്. ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാവുന്ന ഒരു തെളിവാണ് ഭക്തജനങ്ങള് രാത്രിയും രാവിലെയും എല്ലാം തടിച്ചുകൂടി ഒരു യജ്ഞത്തിൽ പങ്കെടുക്കുകയാണ്. ആ കാഴ്ചയാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ പുരുഷന്മാരും സ്ത്രീകളും എല്ലാം ഒന്നടങ്കം വീട്ടിലെ എല്ലാ പ്രശ്നങ്ങളും മാറ്റിവെച്ചിട്ട് ഈ യജ്ഞത്തിൽ പങ്കാളികളാവുന്ന അതിവിശിഷ്ടമായ ഭക്തി നിർഭരമായ ഒരു കാഴ്ച മറ്റെങ്ങും കാണാൻ പറ്റാത്ത ഒരു കാഴ്ചയാണ് ഇവിടെ നടക്കുന്നത്. വിഷ്ണു സഹസ്രനാമ കോടി അർച്ചന ഭീഷ്മാചാര്യ സരസ്വതി കിടക്കുമ്പോൾ ധർമ്മത്തിற்கு ഉപദേശിച്ചു കൊടുക്കുന്ന മന്ത്രമാണ് വിഷ്ണു സഹസ്രനാമം. ഇന്ന് 4ാമത്തെ ദിവസമാണ്. ഈ 3 ദിവസങ്ങളിലും ഞങ്ങളെ കൊണ്ട് നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ജനങ്ങളാണ് ഉണ്ടായിരുന്നത്. വിഷ്ണു സഹസ്രനാമം പറയാനായിട്ട് വേണ്ടി ഇരിക്കാൻ പോലും ഉള്ള സ്ഥലമില്ലായിരുന്നു. പിന്നെ കോടി അർച്ചനയാണ് നടക്കുന്നത്. ഏതാണ്ട് 1/2 കോടിയിൽ കൂടുതൽ അർച്ചന കഴിഞ്ഞു. ഈ നാട്ടിലുള്ള എല്ലാ ജനങ്ങളും ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ടാണ് ഈ കാര്യത്തിന് വേണ്ടി ഞങ്ങളെ സഹായിക്കുന്നത്. മാതൃസമ്മതിയിലുള്ളവരായിരുന്നാലും നാട്ടുകാരായിരുന്നാലും ഈ കേരളത്തിൽ ആദ്യമായിട്ടുണ്ടായ ഒരു കാര്യമാണ് വാസുദേവ യജ്ഞം. വണ്ടിയൊക്കെ വിട്ടുകൊടുത്തിട്ടുണ്ട്. ഓരോ സ്ഥലങ്ങളിൽ നിന്ന് അവരെ കൊണ്ടുവരികയും തിരിച്ചു കൊണ്ടുവന്ന് ആക്കുകയും ചെയ്യുന്നുണ്ട്. 15-ാം തീയതി 12 വാസുദേവ കുടുംബങ്ങളെ ആദരവ് നൽകി പൂജിക്കുന്ന ഒരു കർമ്മം. 16-ാം തീയതി 108 കൃഷ്ണന്മാരെ, ആൺകുട്ടികളെ കൃഷ്ണന്മാരുടെ വേഷം കെട്ടി പൂജ. ഇതെല്ലാം വൈകുന്നേരമാണ്. 17-ാം തീയതി 4 മണിയോടുകൂടി നമ്മുടെ യജ്ഞത്തിന്റെ വിഗ്രഹം ഗ്രാമപ്രദക്ഷിണം കഴിഞ്ഞ് ക്ഷേത്രകുളത്തിൽ ആറാടി അതിനുശേഷം യജ്ഞവേദിയിൽ വന്ന് വൈകുണ്ഠ പൂജയോടുകൂടി യജ്ഞം സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്. 4ാം ദിവസമായപ്പോൾ 60 ലക്ഷം കഴിഞ്ഞു. എന്നാലും 12 ദിവസം കഴിയുമ്പോൾ ഏകദേശം 2 കോടിയിൽ കവിയും. അതൊരു ചരിത്ര സംഭവമായിട്ടാണ് നമ്മൾ ഓർമ്മിക്കുന്നത്. പുലിയൂർക്കോട് കണ്ണന്റെ തിരുസന്നിധിയിൽ നടക്കുന്ന ഈ കോടിയല്ല, 2 കോടിയിൽ കൂടുതൽ അർച്ചന നമുക്ക് അർപ്പിക്കാൻ ഭഗവാൻ നമുക്ക് അനുഗ്രഹം തന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ഭക്തജനങ്ങളുടെ പങ്കാളിത്തം ഓരോ ദിവസവും വർദ്ധിച്ചു വരികയാണ്. എല്ലാവർക്കും ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ. വാസുദേവ യജ്ഞം എന്ന് പറയുമ്പോൾ കേരളത്തിലെങ്ങും ഇതുവരെ നടന്നതായി റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നാണ് ഇവിടുത്തെ ക്ഷേത്ര സമിതിയിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അത്തരത്തിൽ നവംബർ 5-ന് തുടങ്ങി നവംബർ 17-ന് സമാപിക്കുന്ന 12 ദിവസങ്ങളിലായി സമാപിക്കുന്ന സഹസ്രനാമ കോടി അർച്ചന. അപ്പോൾ ഇന്ന് 4ാം ദിനമാണ്. ഇന്ന് തന്നെ ഏകദേശം 60 ലക്ഷം കവിഞ്ഞു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ സമാപന ദിവസമായ നവംബർ 17-ന് 2 കോടിയിലേക്ക് അല്ലെങ്കിൽ 2 കോടി കവിയും എന്നുള്ള തരത്തിലാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ അത് പുലിയൂർക്കോട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നടക്കുമ്പോൾ ഇത് ഒരു ചരിത്ര മുഹൂർത്തമായിട്ട് എന്നും അടയാളപ്പെടുത്താൻ സാധിക്കുന്നു എന്ന് വേണം നമുക്ക് അനുമാനിക്കാനുള്ളത്. സജീർ ഹാൽ, തലസ്ഥാന വാർത്തകൾ, ശ്രീകാര്യം.